ബാബാ എണ്ണ ശേഖര, ഈ കള്ളനും പോലീസും തമ്മിൽ വ്യത്യാസം അറിയോ? അവനും വൈറ്റ് ഷർട്ട് ഇട്ടു, ഞാനും വൈറ്റ് ഷർട്ട് ഇട്ടു, രണ്ടും ഒരുപോലുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്റെ ഇതില് ഒരു 1/2 ഇഞ്ച് സ്റ്റിക്കർ ഉണ്ട്, നോക്ക്. ഉണ്ട് സാർ. അതാ ബ്രാൻഡ്. ഈ ബ്രാൻഡ് എന്തെന്നറിയോ? അറിയാം സാർ. ഇതിന് മലയാളത്തില് വീട്ടിലെ പേര് അല്ല സാർ. വീടോ പേരാ? അല്ല സാർ. വീട്ടുപേര്? വീട്ടുപേർ പോലെ ഇത്. ഇപ്പൊ ഞാൻ എന്തിനാ കുത്തിയെന്നറിയാം? ഞാൻ പേപ്പറിൽ എഴുതിയത് കൊണ്ട്. എഴുതിയത് കൊണ്ടല്ല, എഴുതിയ സ്ഥലം ശരിയല്ലാത്തത് കൊണ്ടാ. ഈ ബോസിനെ പറ്റി എന്തെങ്കിലും എഴുതുവാണെങ്കിൽ അത് ഫ്രണ്ട് പേജിൽ ഉണ്ടാവണം, അതിലൊരു ഫോട്ടോ ഉണ്ടായിരിക്കണോടാ. 1 ലിറ്റർ പാല് വേണം. വണ്ടിയിലിരിക്കുന്ന മരുന്ന് ഇന്ന് രാത്രി തന്നെ നമ്മുടെ ഫാർമസിയിൽ എത്തിക്കണം. ഫാർമസി അതെവിടെയാണ്? ഇവിടുന്നൊരു 3-4 മണിക്കൂർ യാത്രയുണ്ട്. അണ്ണൻ ഒന്ന് വണ്ടി എടുക്കണം. അയ്യോ, ഞാൻ വണ്ടി എടുക്കൂല. അതെന്താ? വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച മയിൽ വാഹനം പിണങ്ങും. 1-2 തവണ പണി കെട്ടിട്ടുള്ള. നമുക്ക് നാളെ രാവിലെ പോവാം. അയ്യോ മുരുകണ്ണത് പറ്റില്ല. രാത്രി തന്നെ ലോഡ് ഇറക്കണം. പകൽ ആ പിടിച്ച് റിസ്കാ എന്ന് പറഞ്ഞാ എങ്ങനെ? തെറ്റ് ചെയ്തു. തെറ്റാണെന്ന് പറഞ്ഞിട്ടും വീണ്ടും അത് ചെയ്തു. അതാ തല്ലേണ്ടി വന്നു. നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് സാർ, നല്ലത് മാത്രം. പക്ഷെ നിങ്ങളുടെ മകനിലത് കണ്ടില്ല. ജനതാ ഗാരേജ്, ഇവിടെ എല്ലാ റിപ്പയറും ചെയ്യപ്പെടും. എനിക്കൊരുപാട് ഇഷ്ടമായി സാർ. ചെറിയൊരു റിപ്പയർ സാറിന് പോകാൻ ആവശ്യമുണ്ട്. കൊടുക്ക്. ആട്ടിൻപാല്, കോഴിമുട്ട, മെലിഞ്ഞിരിക്കുമല്ലേ പന്നിയെ പോലെ. പോയിട്ട് വാടാ. ഞാനെല്ലാം വാങ്ങിക്കണം, എനിക്കൊന്നും വാങ്ങിക്കണം. ഇത് നോക്ക്. ഇത് ആർക്ക് കൊണ്ടുവന്നാടി? എനിക്ക്. ഏട്ടാ, മറന്നുപോയി എന്നോട് കള്ളം പറഞ്ഞല്ലേ? ഇത് നോക്കാം, രംഗസ്ഥലം മുഴുവൻ ഞാൻ. പെട്ടെന്ന് രാത്രിയായോ? ചേട്ടായി, ഈ രാത്രി ടൗണിൽ പോകേണ്ട കാര്യമുണ്ടോ? പത്മയെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലടാ. അവൾക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? കാണുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കൂ. കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ കേട്ട് കണ്ണു നിറഞ്ഞിട്ട് എന്നോടൊന്നേ പറഞ്ഞുള്ളൂ, വീട്ടിലെ പെണ്ണുങ്ങളെ പണയം വെച്ച് വാഴുന്നതിലും നല്ലത് മാറത്ത് വെട്ടുകൊണ്ട് മരിക്കുന്നതല്ലേ. ആ ചോദ്യം അച്ഛനോടും അമ്മാവന്മാരോടും അതേപോലെ ഞാൻ ആവർത്തിച്ചു. അവരെ കുഞ്ഞാലി വിശ്വസിക്കില്ല. അത് വേണ്ട തിരുമേനി. കുഞ്ഞാലി എവിടെ ഒളിച്ചിരുന്നാലും ഈ ചന്ദ്രമാസം കഴിയും മുമ്പ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരും, ജീവനോടെയോ അല്ലാതെയോ. അതെങ്ങനെയെന്ന് ആരും അറിയണമെന്നില്ല. ഈ അച്യുതൻ മങ്ങാട്ടച്ചനാണ് പറയുന്നത്. അത് കഴിഞ്ഞു മതി ഇനി പ്രമാണിമാര് വാതുറക്കുന്നത്. ഗോവിന്ദങ്കണിയാര് പറഞ്ഞാൽ മീനയുടെ പ്രശ്നം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പറഞ്ഞാ തീരത്ത പ്രശ്നങ്ങളുണ്ടോ? വി വിൽ ഡിസ്കസ്. സി, നിങ്ങളെ ഒരിക്കലും മാനേജ്മെന്റ് ബുദ്ധിമുട്ടിക്കില്ല. വിശ്വസിക്കാം. ഇപ്പൊ എന്താ വേണ്ടേ? നിനക്ക് അമ്മയുടെ കഥ കേൾക്കണം, അത്രയല്ലേ ഉള്ളൂ. വൈകിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞുതരാം, പ്രോമിസ്. മദർ പ്രോമിസ് കീപ്പ് ചെയ്യുന്നില്ല, പിന്നെ വെറും ഉതിർത്തേക്ക്. ഞാൻ എസ് ഐ ആണെന്ന് അവരോട് പറഞ്ഞിരിക്കുന്നത്. ശരി. ഇനി ACP ആണെന്ന് നീ പറഞ്ഞു. ഓവറാക്കിയല്ലേ? എനിക്ക് അവനെ സംശയമുണ്ട്. അവന്റെ കാർ നമ്മുടെ റെക്കോർഡ്സിലുണ്ട്. നീ അവന്മാരെ അടുത്ത് നിന്ന് കൈക്കൂലി വയ്ക്ക്. അത് വേണോ സാർ? തന്നാൽ വന്നാട്ടെ. താങ്കളല്ലേ പറഞ്ഞേ കിളവന്മാരുടെ കൂട്ടമെന്ന്? വെരി ഗുഡ്. അവസാനമായിട്ട് താങ്കൾ എന്നൊരു ചെടി നട്ടത് 2 വർഷത്തിന് മുമ്പ്? പോട്ടെ, 5 വർഷത്തിന് മുമ്പ് ഒരു ചെടിയെങ്കിലും ജീവിതത്തിൽ നട്ടിട്ടുണ്ടോ? നട്ടിട്ടുണ്ട് സാർ. മണി പ്ലാന്റ്, വീട്ടിലെ മണി പ്ലാന്റ് നട്ടിട്ടുണ്ട് സാർ. ഫ്യൂവലിന്റെ കാര്യത്തിൽ നീ ഇത്രയധികം വിശ്വാസം കാണിക്കുന്നില്ലേ? ശരിക്കും അത് അത്രയ്ക്ക് പ്രോമിസിംഗ് ആണോ? കാരണം അതിന്റെ ആപ്ലിക്കേഷൻസ് വളരെ ലിമിറ്റഡ് അല്ലേ? സാർ, ഈ ചോദ്യം ചോദിക്കുന്ന എനിക്ക് മുമ്പേ തന്നെ തോന്നിയിരുന്നു. According to James Orwell Missile and Rocket Catalog,
ഏകദേശം 19ഓളം മിസൈൽസ് നേരത്തെ തന്നെ ലിക്വിഡ് ഫ്യൂൽ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. മനസ്സിലായോ? മിസൈലുകളെ കുറിച്ച് നീ പറഞ്ഞില്ലേ, ഇനി ഇദ്ദേഹം എന്റെ വാക്ക് കേട്ടത് തന്നെ. അപ്പൊ ശരി സാർ, ഇനി കൂടുതലൊന്നും സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. ആ നമ്പി സാറേ, എന്നാ ഗുഡ് ലക്ക്. ഐവി ലീഗിലേക്ക് ഹിസ്റ്ററിയുടെ ആദ്യത്തെ കയറ്റുമതി നീയാ. ഓൾ ദ ബെസ്റ്റ്. അർജുൻ, എടോ തനിക്കൊരു നല്ല റേസർ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഒറ്റ റേസ് മതി, ലൈഫ് മാറും. അതോടെ വലിയ കമ്പനീസ് ഒക്കെ വന്ന് പൊക്കിക്കൊണ്ടുപോകും. പിന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, റെപ്യൂട്ടേഷൻ എല്ലാം ഒറ്റയടിക്ക് കയ്യിൽ വരും. അർജുൻ, കോച്ചിന്റെ ലൈഫ് സ്റ്റോറിയാണ്. ആയിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു ഡ്രിങ്കിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. നേടിയതെല്ലാം ഒറ്റയടിക്ക് പോയി. അർജുൻ, ടൈം ഈസ് എവറിഥിങ്.